ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ പുതുതായി ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പലരും മ്യൂച്വൽ ഫണ്ടിൽ ഓൾറെഡി ആയി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും ചെറിയ അമൗണ്ടുകളല്ല ഈ മാർക്കറ്റ് കറക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. പലർക്കുള്ള ഡൗട്ടാണ് ഇനി മ്യൂച്വൽ മാർക്കറ്റ് താഴെ പോകുമോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ഇനിയും താഴെ നല്ല റേറ്റിൽ കിട്ടുമോ എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിലും മാർക്കറ്റ് ഇതേപോലെ കറക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ 25,000 നമ്മുടെ നിഫ്റ്റി 50 ഇപ്പോൾ 22,000 വരെ കറക്റ്റ് ചെയ്തു. എന്നിട്ട് ഷാർപ്പായിട്ടും കൊണ്ടാണ് പെട്ടെന്നാണ് മാർക്കറ്റ് 24 വരെ കയറിപ്പോയത്. ഇനിയും മാർക്കറ്റ് കയറാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് തോന്നുന്നത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണെന്നുള്ളത്, ആ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ കുറഞ്ഞ വിലക്ക് വാങ്ങിച്ച യൂണിറ്റുകൾ നമുക്ക് ലോങ് ടൈമിലോട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂണിറ്റുകൾ റെഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കറക്ഷൻ സമയങ്ങളിൽ നിങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടുകൊണ്ട് ലംസം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെറിയ രീതിയിൽ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും പല ന്യൂസുകളും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ സ്റ്റോക്കുകളാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് നെഗറ്റീവായ സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ നല്ല ഡെപ്റ്റ് ഫണ്ടുകളോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് STP മുഖാന്തരം അഥവാ 25-30% വെച്ച് പാർട്ടായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കറക്ഷനിലും നല്ല രീതിയിലുള്ള കുറഞ്ഞ രീതിയിലുള്ള യൂണിറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും.